മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയെ കൊണ്ടുപോകണമെന്ന ആവശ്യവുമായി ബാലചന്ദ്രനെ വിളിക്കുകയായിരുന്നു സ്റ്റാൻലി. സ്റ്റാൻലി ബാലചന്ദ്രനോട് ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. തനിക്ക് അലീനയെ കൊണ്ടുപോയേ പറ്റൂ, തൻ്റെ വീട്ടിൽ മക്കളൊക്കെ വരുന്നുണ്ട്, അവരുടെ കൂടെ അലീനയെ നിർത്തി പരസ്പരം ഒരു സ്നേഹമൊക്കെ ഉണ്ടായാൽ മാത്രമാണ് തനിക്ക് അലീന തൻ്റെ മകളാണെന്ന് അവരോട് പറയാൻ കഴിയുള്ളൂ. അവർക്ക് സ്വയം തോന്നണം ഇതുപോലൊരു ചേച്ചി ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്ന്. അങ്ങനെയാവുമ്പോൾ എൻ്റെ കാര്യമൊക്കെ എളുപ്പമാവും ബാലചന്ദ്ര. അതുകൊണ്ട് അലീനയെ ഞാൻ കൊണ്ടുപോവുകയാണെന്ന് സ്റ്റാൻലി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. ബാലചന്ദ്രന് എന്ത് പറയണമെന്ന് പോലും അറിയാതെ മിണ്ടാതെ തന്നെ നിൽക്കുകയായിരുന്നു. വീണ്ടും സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മക്കള് ഊട്ടിയിൽ നിന്ന് ലീവിന് വരുന്ന സമയത്ത് എൻ്റെ പാരൻസും അവരോടൊപ്പം നിൽക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ അലീനയുള്ളത് നല്ലത് തന്നെയാണല്ലോ. അലീന അവരെ ആരെയും കണ്ടിട്ടില്ല, അവൾക്ക് എന്തായാലും അറിയാലോ അവളുടെ അച്ചാച്ചനും അച്ചമ്മയൊക്കെ തന്നെയാണതെന്ന്. അപ്പോൾ ആ ഒരു സ്നേഹം അവൾക്ക് എന്തായാലും അവരോടുണ്ടാവുകയും ചെയ്യും. ബാലചന്ദ്രൻ സ്റ്റാൻലി പറയുന്നതൊന്നും തന്നെ മനസ്സിലോ ചെവിട്ടിലോ കയറുന്നുണ്ടായിരുന്നില്ല. ബാലചന്ദ്രന് തൻ്റെ മക്കളെ ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? തൻ്റെ മകളെ എങ്ങനെ അവിടെ നിന്നും പറിച്ച് സ്റ്റാൻലിയുടെ അരികിലേക്ക് വിടുമെന്ന ചിന്തയായിരുന്നു ബാലചന്ദ്രന് കഴിഞ്ഞു പോയ ആ ദിവസങ്ങളിൽ താൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു സ്റ്റാൻലിയെ കണ്ടെത്തി അലീനയെ കുറച്ച് ദിവസത്തേക്കെങ്കിലും അവിടേക്ക് മാറ്റി നിർത്തിയതെന്ന ചിന്ത വല്ലാത്തൊരു കുറ്റബോധത്തിൽ ആഴ്ത്തുകയാണ്. ബാലചന്ദ്രന്റെ ശബ്ദമൊന്നും കേൾക്കാതെയായപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്ര, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നില്ലേ? നാളെ തന്നെ ഞാൻ വന്നോട്ടെ അവളെ കൊണ്ടുപോവാൻ? ബാലചന്ദ്രൻ അലീനയോട് വിളിച്ച് പറയോ ഒന്ന് റെഡിയായി നിൽക്കാൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയണോ എന്നെല്ലാം സ്റ്റാൻലി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സ്റ്റാൻലി അങ്ങനെ പെട്ടെന്ന് വന്ന് അവളെ കൊണ്ടുപോകണമെന്ന് പറയരുത്. എനിക്ക് അവളോടും വീട്ടിലും പറയാനായിട്ടുള്ളൊരു സാവകാശം തരണമെന്ന്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് അങ്ങനെ? അവളെ ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ തന്നെയല്ലേ കഷ്ടപ്പെട്ട് എന്നെ കണ്ടെത്തിയതും അവളെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയതും ഒക്കെ. പിന്നെ പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഒരു 2 ദിവസം എന്നാണ് എന്നോട് പറഞ്ഞത്. രോഹിത് വരുന്ന സമയത്ത് അവൾ വീട്ടിലുണ്ടാവണമെന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തേക്കല്ലേ അന്ന് അലീനയെ കൊണ്ടുപോയത്. പിന്നെ വീട്ടില് കുട്ടികളൊക്കെ വളരെ വിഷമത്തിലാണ്. പിന്നെന്തോ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് വരായിരുന്നതോ നിങ്ങളെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കായിരുന്നതോ. ഇപ്പം എന്തായാലും അതൊക്കെ ഒതുങ്ങി തീർന്നല്ലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ അതിനേക്കാളും വലിയൊരു ഇഷ്യൂ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അലീനയെ കൊണ്ടുപോയാൽ അത് ഒന്നുമില്ലാതായി തീരും. അതുകൊണ്ടാണ്. ഇപ്പോൾ സ്റ്റാൻലിക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്താ ബാലചന്ദ്ര ഇപ്പോഴും അവിടെ ഇഷ്യൂ? അത് സ്റ്റാൻലി, ഞാനത് വിശദമായിട്ട് തന്നെ പറയാം. ഞാൻ കുറച്ച് സമയത്തിന് ശേഷം സ്റ്റാൻലിയെ തിരിച്ച് വിളിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഫ്രീ ആയിട്ട് വിളിച്ചാൽ മതിയെന്ന്. ബാലചന്ദ്രൻ ഉടനെ തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. കോള് കട്ട് ചെയ്തതിന് ശേഷം ബാലചന്ദ്രന് ആകെപ്പാടെ ഒരു തലവേദനയായി മാറി. ബാലചന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥ. ഒരുപാട് സമയം തൻ്റെ ജ്വല്ലറിയിൽ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. ബാലചന്ദ്രന്റെ അവസ്ഥ കണ്ട് അവിടെ സ്റ്റാഫ് വന്ന് ചോദിക്കുന്നുണ്ട്, സാറിന് വയ്യായി ഒന്നും ഇല്ലല്ലോ? എന്തോ മാനസിക ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള പോലെ ഫേസിൽ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് എന്തോ ഒരു BP കയറിയതാണെന്ന് തോന്നുന്നു എന്ന്. അപ്പോൾ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, എന്താ സാർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എങ്ങാനും പോകണോ, BP ചെക്ക് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാൻലി ഇല്ല, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഡ്യൂട്ടി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫിനൊക്കെ പേടി എന്താന്ന് വെച്ചാൽ 1-2 വട്ടം
കാർഡിയാക് അറസ്റ്റ് ഒക്കെ വന്ന ഒരാളാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു നെർവസ് ആയിട്ടൊക്കെ ഇരിക്കണം കാണുമ്പോൾ അവർ അന്വേഷിച്ചതാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അവരവരുടെ ഡ്യൂട്ടിയിലേക്ക് പോവുകയാണ്. ബാലചന്ദ്രൻ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുകയാണ് ഇരുന്നിട്ട്, എന്ത് വേണം, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ. ബാലചന്ദ്രന് താൻ കഴിഞ്ഞു പോയ സമയത്ത് ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരായിപ്പോയി തൻ്റെ മക്കളെക്കാളേറെ താൻ സ്നേഹിക്കുന്ന അലീനയെ അവളുടെ അച്ഛൻ്റെ അരികിലേക്ക് കൊണ്ടുവിട്ടതെന്നൊക്കെയുള്ള വല്ലാത്ത മാനസിക ബുദ്ധിമുട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ കഴിയാണ്. ബാലചന്ദ്രന് എത്ര ആലോചിച്ചിട്ടും എന്താണ് സ്റ്റാൻലിക്ക് കൊടുക്കേണ്ട മറുപടി എന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറഞ്ഞു വെച്ചായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അലീന മനുശങ്കർ വിവാഹാലോചന ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെ കുറച്ചൊരു ഇഷ്യൂസായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ അത് പറഞ്ഞ് ഒന്ന് അലീനയെ കൊണ്ടുപോകുന്നതൊന്ന് തള്ളി നീക്കാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇനി അലീനയെ അങ്ങോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞാലോ എന്ന് പോലും ബാലചന്ദ്രൻ ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു അഭിപ്രായം ഇനി ആരോടാണൊന്ന് ചോദിക്കാൻ പറ്റുക എന്ന ചിന്തയിൽ ബാലചന്ദ്രൻ ഉടനെ തന്നെ ഫോൺ എടുത്ത് മനുവിനെ വിളിക്കുകയാണ്. മനു പെട്ടെന്ന് അങ്കിളിൻ്റെ കോളൊക്കെ വന്നപ്പോൾ മനു, എന്താ അങ്കിളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് മനു ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെന്താടാ ഞാൻ വിളിച്ചപ്പോഴേക്കും നീ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നേ? ഇല്ല അങ്കിള് ഈ ടൈമിലൊന്നും എന്നെ അങ്ങനെ കുശലാന്വേഷണത്തിനായിട്ട് വിളിക്കാറില്ല. പിന്നെയും രാത്രി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെയാണ്, പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് കോൾസ് ഒക്കെ വരാറ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയാണ് മനു. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല മനു, അത് വിളിക്കാനുള്ള കാരണം പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു പ്രശ്നം, അതെങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് ഇപ്പം നിന്നെ ഞാൻ വിളിച്ചത്. അതെന്താ അങ്കിളിന് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു പ്രശ്നം? അങ്ങനെ ഒരു പ്രശ്നം സാധാരണ വരാറില്ലല്ലോ എന്നൊക്കെ മനുവും പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോനെ വേറൊന്നുമല്ലടാ, ഞാൻ ചെയ്തു വെച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്താന്ന് വെച്ചാൽ അലീനയുടെ അച്ഛനെ തേടി കണ്ടുപിടിച്ച് അവളെ കൊണ്ടുപോയി അവിടെ ആക്കിയതാണെന്ന്. ബാലചന്ദ്രനോട് മനു ഇത് പറഞ്ഞപ്പോൾ മനു തിരിച്ച് ബാലചന്ദ്രനോട് പറയാണ്, അതന്നേ ഞാൻ പറഞ്ഞതല്ലേ അങ്കിളിൻ്റെ അടുത്ത്, അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്, ആൻറ്റിയോടുള്ള ദേഷ്യം തീർക്കാനാണെങ്കിലും ഇങ്ങനെ ഒരു പോംവഴി അങ്കിള് ഒരിക്കലും തിരഞ്ഞെടുക്കരുതായിരുന്നുവെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കുറേ സമയമായിട്ട് അത് തന്നെയാണ് മോനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരായി പോയല്ലോ എന്ന്. അല്ല അങ്കിളിപ്പോൾ ഇത്രയ്ക്ക് ചിന്തിച്ചു കൂട്ടാൻ മാത്രം ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പം എന്തായാലും അവൾ അവിടെ പോയി തിരിച്ചു വന്നു, ഇപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന്. അതെ, അതാണ് ഇപ്പം ചിന്തിക്കാൻ അങ്ങനെ ഒരു കാരണം ഉണ്ടായി. നമ്മുടെ സ്റ്റാൻലി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ എന്നെ വിളിച്ചിരുന്നു, അയാൾക്ക് അലീനയെ വന്ന് കൊണ്ടുപോകണമെന്ന്. അതെയോ, അതെന്താ അങ്ങനെ? ആള് കൊണ്ടുപോകണം എന്നൊക്കെ പറയാൻ എന്താ ഉണ്ടായത്? ഇല്ലടാ, അയാള് അവളെ ഇനി അവിടെ സ്ഥിരമായി നിർത്താനുള്ള എന്തോ കണക്കുകൂട്ടലിലാണെന്ന് തോന്നുന്നു. അയാൾക്ക് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ, ഉള്ളത് 2 ആൺകുട്ടികളാണ്. അവരാണെങ്കിൽ എന്തോ ഊട്ടിയിലോ അവിടെ എവിടെയോ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ അവരെന്തോ ഇപ്പോൾ വെക്കേഷന് വരുന്നുണ്ട്. വെക്കേഷന് വരുന്ന സമയത്ത് അലീന കൂടി ആ വീട്ടിലുണ്ടെങ്കിൽ അലീനയും ആ കുട്ടികളും തമ്മിലുള്ള ഇടപഴകുന്നത്, ആ കുട്ടികൾക്ക് അലീനയോട് ഇങ്ങനെ ഒരു ചേച്ചി ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അയാളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാളുടെ ഒരു സംഭാഷണ രീതിയിൽ എനിക്ക് തോന്നിയത് ഇനി അലീനയെ അയാൾ അവിടെ തന്നെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. കാരണം മറ്റൊരു കാര്യം കൂടി അയാൾ പറഞ്ഞത്, ഈ വെക്കേഷൻ ടൈമിൽ അയാളുടെ മക്കൾ വരുന്ന സമയത്ത് ഇയാളുടെ പാരൻസും വരും അത്രേ ഇവരെ കൂടെ നിൽക്കാൻ. അപ്പോൾ അലീനയെ അവർ കാണണം, അവർ അലീനയെ ഇഷ്ടപ്പെടണം, അലീനയ്ക്ക് അവളുടെ അച്ചാച്ചനെയും അച്ഛമ്മയെയും ഇഷ്ടപ്പെടണം എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് എന്ത് പറയണമെന്ന് പോലും ആ സമയത്ത് ഞാൻ ആകെ സ്റ്റെക്കായിപ്പോയി മനു. കാരണം ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചൊരു കുരുക്കല്ലേ, ആ കുരുക്കിന്ന് എങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ ഊരിയെടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാരണവശാലും അലീനയ്ക്ക് അവിടെ പോകുന്നത് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ കുട്ടിയെ ഞാനാണ് പറഞ്ഞു വിട്ടത് അവിടേക്ക്.
കാരണം വൈജയോടുള്ള ഒരു വാശി തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നു അങ്ങനെയൊന്നും സംഭവിച്ചത്. ഒരുപാട് വട്ടം വൈജ ആഗ്രഹിച്ചതായിരുന്നില്ലേ അവൾ ആ വീട്ടിൽ നിന്ന് പോണെന്ന്. എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്ന് നിനക്കറിയാലോ മനു. ഒരുപാട് വട്ടം വീട് വിട്ടിറങ്ങിപ്പോവാൻ ശ്രമിച്ചു, ആക്സിഡൻറ്റ്, പിന്നെ വീട് റെൻറ്റിനെടുത്ത് മാറാൻ ശ്രമിച്ചു. എന്നിട്ടും പറ്റാതെ എന്നെയും അലീനയെയും കൂട്ടിക്കൊണ്ട് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി മറ്റുള്ളവരെ ഞങ്ങളിൽ നിന്നും വെറുപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെയുള്ള അവളോട് എനിക്ക് അലീന മകളാണെന്നറിയിച്ചതിന് ശേഷം ഇവളെ വൈജയുടെ കണ്ണിൽ കാണാത്ത ദൂരത്തേക്ക് അലീനയെ മാറ്റി നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആ സമയത്ത് ഞാൻ വരാൻ പോകുന്ന ഇതുപോലുള്ളൊരു ഭവിഷ്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അലീനയിൽ അച്ഛൻ്റെ അവകാശം സ്ഥാപിച്ചുകൊണ്ട് അയാൾ വരുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ചിന്ത ആ സമയത്ത് പോയില്ല. സത്യം പറഞ്ഞാൽ വൈജയോടുള്ള വൈരാഗ്യം മാത്രമായിരുന്നു മനസ്സ് മുഴുവൻ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ വിഷമിക്കുന്നത് കാണുമ്പോൾ മനു സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്കിളെ, ഇതിലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇതിലും വലിയ പ്രശ്നങ്ങൾ അങ്കിള് തരണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അത്ര വലിയ പ്രശ്നമാണോ? അങ്കിള് ഉള്ള കാര്യം സ്റ്റാൻലിയോട് ഓപ്പണായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ അലീനയോട് പറയാം, അലീനയ്ക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല, നിൽക്കാൻ താല്പര്യമില്ല എന്ന്. അതോടുകൂടി ആ പ്രശ്നം അവിടെ സോൾവായി. അങ്കിൾ ഈ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന പോലെ ഒന്നുമല്ല. ബാലചന്ദ്രൻ അപ്പം പറയുന്നുണ്ട്, അത് മനു പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം അലീനയ്ക്ക് ഇവിടെ നിന്നും എവിടേക്ക് പോവാനും അവൾക്ക് താല്പര്യമില്ലാത്ത കുട്ടി തന്നെയാണ്. പിന്നെ ഒരു കാര്യം, അവളെ അയാളോട് അങ്ങനെ അവിടേക്ക് വരില്ല എന്ന് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അവൾക്ക് അഭയം കൊടുത്ത ആരെയും അവൾ തള്ളിക്കളയില്ല. അവൾ എന്നോട് 1-2 ദിവസത്തേക്കെങ്കിലും ഞാൻ പോട്ടെ അച്ഛ എന്ന് അവൾ എന്നോട് ചോദിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിനെ ഞാൻ എങ്ങനെ തരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം എൻ്റെ മക്കൾക്ക് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ വൈജയെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. വൈജയ്ക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. അവിടെ ഇപ്പോഴും മൗനവ്രതം തന്നെയാണല്ലേ അങ്കിളെ? അതങ്ങനെ തന്നെയാണ് മനു. അത് ഉടനെയൊന്നും ശരിയാവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. കാരണം ഇവള് എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് ഒരു പിടിയില്ലാതെ നടക്കുന്ന ആളാണെന്ന് ബാലചന്ദ്രൻ മനുവിനോട് പറഞ്ഞ് നിർത്തുന്ന ആ സമയത്ത് തന്നെ ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വക്കീലിൻ്റെ കോള് വരുന്നുണ്ട്. ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, മനു, നിന്നോടിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ 2ാമത്തെ വട്ടമാണ് നിങ്ങളുടെ വക്കീൽ എന്നെ വിളിക്കുന്നതെന്ന്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഏത് വക്കീലാങ്കളെ? നമ്മുടെ ഹരിയുടെ കേസ് നോക്കുന്ന ആളാണോ? ഇത് ആ വക്കീലല്ല മോനെ, ഇത് നിങ്ങളുടെ ഫാമിലി വക്കീലാണ്. എന്താണെന്നറിയില്ല. ഞാൻ എന്തായാലും ഒന്ന് കോൾ അറ്റൻഡ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. നീ അപ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞതിനൊരു പോംവഴി എന്താണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ മനുവിൻ്റെ കോള് കട്ട് ചെയ്യുകയും വക്കീലിനെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നുണ്ട്. വക്കീലിനെ വിളിക്കുമ്പോഴാണ് ബാലചന്ദ്രന് അതിൽ കൂടുതലുള്ള ടെൻഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്താ വക്കീലെ, പതിവില്ലാതെ എൻ്റെ ഫോണിലേക്കൊരു കോള്? അറിയാതെ തെറ്റി വിളിച്ചതെങ്ങാനും ആണോ എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, തെറ്റി വിളിക്കുകയാണെങ്കിൽ ഒരു വട്ടല്ലേ ബാലചന്ദ്ര, ഇതിപ്പോൾ ഞാൻ 2-3 വട്ടമായി. ഇതാരോടാണ്? കുറേ സമയമായല്ലോ എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, എൻ്റെ മരുമകനോട് തന്നെയാണെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, മരുമകനോ? അതെ, ശിവേട്ടൻ്റെ മകൻ. ഓ, മനുശങ്കർ അല്ലേ? ആ, അതെ അതെ അതെ. ഓ, നിങ്ങളപ്പോൾ കുടുംബകാര്യം ചർച്ച ചെയ്യുന്നതിനിടയിൽ ഞാൻ ബുദ്ധിമുട്ടായോ ബാലചന്ദ്ര? ഏയ് ഇല്ല വക്കീലെ, ഞാൻ അവനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിച്ചു എന്ന് മാത്രമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്, അല്ല എന്താ പതിവില്ലാതെ വക്കീലിൻ്റെ കോള്? ബാലചന്ദ്ര, ഞാനേ ഒരല്പം സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അതെന്താ സീരിയസ് ആയിട്ട്? ഇന്ന് നമ്മുടെ വൈജ എന്നെ വിളിക്കുകയുണ്ടായി. അതെയോ? എന്തു പറ്റി വൈജയ്ക്ക്? വീണ്ടും എന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തിരക്കാനായിരിക്കില്ലേ വക്കീലെ? അതിന് എന്നെ വിളിച്ചിട്ട് എന്ത് കാര്യം?
അതിനെന്തായാലും വൈജ എന്നെ വിളിക്കില്ല ബാലചന്ദ്ര. അത് എന്നിൽ നിന്ന് നടപ്പിലാവുന്ന കാര്യമല്ലാന്ന് അവൾക്ക് നന്നായിട്ട് അറിയാലോ. അതെയോ? പിന്നെ ഇപ്പം എന്തായിരുന്നു വൈജ വിളിച്ചത്? വൈജ എന്നെ വിളിച്ചത് വൈജയുടെ മകളാണ് അലീന എന്നുള്ള സത്യം വൈജ മനസ്സിലാക്കി കഴിഞ്ഞൂലേ? ഓ, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. ഇനിയും എത്ര കാലം ഇത് മൂടി വെക്കാനാവും വക്കീലെ? അതൊക്കെ അങ്ങനെ നടന്നു. എന്തായിരുന്നു വൈജയുടെ ആവശ്യം? വൈജയുടെ ആവശ്യം വളരെ ന്യായമാണ്. പക്ഷെ അത് നടപ്പിലാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മാത്രം. അതെന്താ അങ്ങനെ ഒരാവശ്യം എന്ന് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുമ്പോൾ വക്കീല് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. വൈജയുടെ അച്ഛൻ അലീനയുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് അറിയണത്രേ. അതെയോ? അതെന്താ ഇപ്പോ ഇങ്ങനൊരന്വേഷണം? വേറൊന്നുമല്ല, എല്ലാവരെ പോലെ സ്വത്തും പണത്തിനും വേണ്ടി ആക്രാന്തം പിടിച്ചൊന്നും വന്നതല്ല കേട്ടോ വൈജ. അങ്ങനെ എന്തെങ്കിലും വൈജയുടെ മകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വേണ്ടെന്ന് പറയാനും അതൊക്കെ പഴയ പോലെ മാറ്റി എഴുതിക്കാനും വേണ്ടിയിട്ടാണ് വൈജ വന്നത്. ഓ, അങ്ങനെയായിരുന്നു. അല്ല, ഇതെന്തെങ്കിലും ബാലചന്ദ്രനോട് പറഞ്ഞിരുന്നോ എന്നറിയാനാണ്. ഞാനും ബാലചന്ദ്രനും ഇതിനെക്കുറിച്ചൊക്കെ മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യമൊന്നും ഞാൻ വൈജയോട് പറയാൻ നിന്നില്ല. അതെന്തായാലും നന്നായി വക്കീലെ. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തന്നെ അവൾ വിചാരിച്ചോട്ടെ. അല്ലെങ്കിലും കൊല്ലപ്പള്ളി വീട്ടിൽ നിന്ന് ഇനി ഒന്നും തന്നെ ഞാനും എൻ്റെ മക്കളോ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മക്കളെന്ന് ഉദ്ദേശിച്ചത് അലീനയെ അടക്കം തന്നെയാണ് കേട്ടോ. അവളുടെ പേരിൽ അങ്ങനെ വൈജയുടെ അച്ഛൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അലീനയ്ക്ക് മാത്രമുള്ളതാണ്. അത് അതിൻ്റെതായ സമയത്ത് വക്കീല് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെതായ സമയത്ത് എന്ത് വേണമെന്ന് അലീന ചെയ്യുകയും ചെയ്യും. അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അത് അലീനയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നുമല്ല, അലീനയുടെ സ്വഭാവം വെച്ചിട്ട് തന്നെ. അലീന എന്ന് പറയുന്ന പെൺകുട്ടി ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാത്ത ആള് തന്നെയാണ്. എനിക്കറിയാം ബാലചന്ദ്ര. അതിപ്പോ വൈജയും പറഞ്ഞിരുന്നു. അവള് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നറിഞ്ഞാല് ഉടനെ തന്നെ മറ്റുള്ളവർക്ക് അത് നീക്കം ചെയ്യാൻ മാത്രമേ അവള് ശ്രമിക്കുള്ളൂ എന്ന്. ഇപ്പൊ വൈജയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാല് ഇതൊന്നും ഒരാളും അറിയരുത്. ഇങ്ങനെ അച്ഛൻ ഇത്രയൊക്കെ കാര്യങ്ങൾ അലീനയുടെ പേരിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതിനു മുമ്പ് അലീനയോട് മറ്റുള്ളവർക്കൊരു ദേഷ്യവും വെറുപ്പും ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അലീനയുടെ പേരിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ വൈജയുടെ 3 സഹോദരന്മാരുടെ പേരിലേക്ക് മാറ്റി എഴുതണമെന്നതാണ് വൈജയുടെ ആവശ്യം. വൈജ ഈ പറയുന്ന കാര്യം ഒരു കാരണവശാലും എനിക്ക് നടപ്പിലാക്കി കൊടുക്കാൻ കഴിയില്ല. ഇതൊക്കെ ഇപ്പോൾ കിടക്കുന്നത് അലീനയുടെ പേരിൽ മാത്രമാണ്. അലീന ഒരാൾ വിചാരിച്ചാൽ മാത്രമാണ് ഇത് അലീനയ്ക്ക് ആർക്കൊക്കെ എഴുതി കൊടുക്കാമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നത്. വൈജയുടെ വാശിയും വൈരാഗ്യമൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ അത്യാവശ്യം എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ബാലചന്ദ്രനെ ഞാൻ വിളിക്കാനിടയായത്. അല്ലെങ്കിൽ വൈജ വന്ന് അന്വേഷിച്ചു വൈജ ആ വഴിക്ക് അങ്ങ് പോയി എന്ന് ഞാൻ വിചാരിച്ചേനെ. ഇനിയിപ്പോൾ വൈജ അലീനയോട് സംസാരിച്ച് അലീനയുമായി വരാമെന്നോ അലീനയെ കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കാമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും പോയിരിക്കുന്നത്. ഞാൻ എന്ത് വേണം ബാലചന്ദ്ര? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല വക്കീലെ, ഇതിപ്പോ വൈജയ്ക്ക് ഇങ്ങനെ ഒരു സംശയം വരാനും വക്കീലിനെ വന്ന് വൈജ കാണാനൊക്കെ എന്താ കാരണം? അതിനെക്കുറിച്ച് വല്ലതും അവള് പറഞ്ഞിരുന്നോ? ഓ, അപ്പൊ ബാലചന്ദ്രൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്താ വക്കീലെ, എന്താ? ഇത് ഇന്ന് നടന്ന സംഭവം തന്നെയാണെന്നാണ് വൈജ എന്നോട് പറഞ്ഞത്. ആ ശിവന്റെ വൈഫ് ഉണ്ടല്ലോ, പുള്ളിക്കാരി, എന്താ പേരവരുടെ? ഓ, കമല. ആ കമല എന്ന് പറയുന്ന സ്ത്രീക്കുണ്ടായ സംശയമാണത്. അവരൊക്കെ ഒന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലല്ലോ. ഓ, അവരങ്ങനെ തന്നെയാണ് വക്കീലെ. വക്കീല് കാര്യം പറഞ്ഞോ? അവരാണ് ഇങ്ങനെ ഒരു സംശയം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ബാലചന്ദ്രന്റെ വീട്ടിലെത്തിയത്. എൻ്റെ വീട്ടിലോ? ഓ, അത് ശരി. അപ്പൊ ഞാൻ പോയതിന് ശേഷമായിരിക്കും. ഞാനുള്ളപ്പോൾ എന്തായാലും കമലേടത്തി അവിടെ എത്തിയിട്ടില്ല.
ഓ, അപ്പോ കമലേടത്തി കുത്തിയിളക്കി വിട്ടതാണോ വൈജയെ? ആ, അങ്ങനെയും വേണമെങ്കിൽ പറയാം. കമലേടത്തി എന്ന് പറയുന്ന ആ കമല എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. അപ്പോ ഇനിയും മറ്റുള്ളവരിതൊക്കെ അറിയുമ്പോൾ ഇതേപോലെ തന്നെ അലീനയോട് ദേഷ്യവും വൈരാഗ്യവും അവരുടെയൊക്കെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അലീന വന്നതെന്നൊരു തോട്ടൊക്കെ വരും എന്നൊക്കെയാണ് വൈജ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി മറ്റുള്ളവർക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ വൈജയ്ക്കത് മാറ്റിയെടുക്കണം. വൈജ പറയുന്നത് അച്ഛൻ ഒരു പ്രായശ്ചിത്തമായിട്ട് ചെയ്തു വെച്ചതായിരിക്കാം. കാരണം വൈജയോടും ആ പെൺകുട്ടിയോടും ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണല്ലോ അവരുടെ അച്ഛൻ ചെയ്തിരിക്കുന്നത്. അതിന് അച്ഛൻ്റെ സ്വത്തും പണവും കൊണ്ടൊന്നും നികത്താൻ കഴിയില്ലെന്നാണ് വൈജ പറയുന്നത്. അവൾക്ക് നഷ്ടപ്പെട്ടത് അമ്മിഞ്ഞ പാലും മാതൃത്വവുമാണ്. അത് എത്ര പൊന്നിട്ട് മൂടിയാലും പണം കൊണ്ട് മൂടിയാലും നികത്താൻ കഴിയില്ലെന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു വൈജ ഇവിടെ ഇരുന്ന് കരയൊക്കെ ചെയ്തു. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ കരയൊക്കെ ചെയ്തപ്പോൾ എനിക്കും വല്ലാത്ത വിഷമം തോന്നി ബാലചന്ദ്ര. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബാലചന്ദ്രൻ ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് തോന്നി. ഒരുപക്ഷെ ബാലചന്ദ്രൻ അറിയാതെ തന്നെ വൈജ ഇനി അടുത്ത എന്തെങ്കിലും നീക്കം നടത്തുകയും അത് പിന്നീട് ഒരു പ്രശ്നമായി മാറുമ്പോഴായിരിക്കും ബാലചന്ദ്രൻ അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിടയിൽ ഇത്രയൊരു അടുപ്പം കിടക്കുമ്പോൾ വക്കീലിന് എന്നോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നില്ലേ വൈജ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചത്, വക്കീൽ അറിഞ്ഞിട്ടെന്നൊക്കെ ചോദിച്ചാൽ എനിക്കതിനൊരു മറുപടി ഇല്ലാതാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ബാലചന്ദ്രനെ വിളിച്ചതെന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട്. അപ്പോൾ വക്കീലിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്തൊക്കെ ചെയ്യാനും ഇറങ്ങി തിരിച്ചാലും വക്കീലിനറിയാലോ ഇത് അലീന തീരുമാനിക്കാതെ ഇതിന് മറ്റൊരു കാര്യം നടക്കാൻ പോകുന്നില്ല. അപ്പോൾ വൈജ പോകുന്നിടത്തേക്ക് പോട്ടെ എന്ന് തന്നെ നമുക്ക് അങ്ങനെ വിചാരിക്കാൻ വക്കീലേ. അല്ല ബാലചന്ദ്ര, ഇതിന് പിന്നിൽ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നീട് സംഭവിക്കേണ്ട കാര്യമാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഇതൊരു പക്ഷേ ഈ പറഞ്ഞ മനുശങ്കറും അലീനയും തമ്മിലുള്ള വിവാഹം നടക്കുമ്പോഴൊക്കെ ഇത് സംഭവിക്കുകയാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് അതിനു മുമ്പേ വൈജ ഇതൊരു ഇഷ്യൂ ആക്കി തീർത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ അവർ 4 സഹോദരങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്നേഹമൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം കാരണം ചിലപ്പോൾ ഇല്ലാതെ ആയേക്കാം. വൈജനോട് പറഞ്ഞത് അവരാരും തന്നെ സ്വത്തൊന്നും ആഗ്രഹിച്ച് നടക്കുന്നവരല്ല വൈജയുടെ സഹോദരങ്ങളെന്നാണ്. അങ്ങനെയാണെന്ന് ഞാനും പറയുന്നില്ല ബാലചന്ദ്ര. പക്ഷെ മനുഷ്യന്മാരുടെ അവസ്ഥയാണ് എന്താണ്, എങ്ങനെയാണ് ഓരോരുത്തരുടെ ചിന്താഗതികൾ പറഞ്ഞ നേരം കൊണ്ട് മാറാന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും പണത്തിനും സ്വത്തിൻ്റെയും പിന്നാലെയാണ്. എന്തായാലും ബാലചന്ദ്രൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക്, നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്തായാലും ഞാൻ അറിഞ്ഞ കാര്യം ബാലചന്ദ്രനെ അറിയിച്ചു എന്ന് മാത്രം. ശരി ബാലചന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് വക്കീല് കോള് കട്ട് ചെയ്യാണ്. ബാലചന്ദ്രന് എല്ലാം കൂടിയും കേട്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷനായി. എന്ത് ചെയ്യണമെന്നറിയാതെ ബാലചന്ദ്രൻ ചിന്തിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.